മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് രണ്ടുപേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇറ്റലിയിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഒരാൾക്കും ദുബായിൽ നിന്ന് തെലങ്കാനയിലെത്തിയ ഒരാൾക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇരുവരും നിരീക്ഷണത്തിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതിനിടെ കൊറോണ സ്ഥിരീകരിച്ച ഇറാനിലും ഇറ്റലിയിലും നൂറുകണക്കിന് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇറാനിൽ 1000 പേരും ഇറ്റലിയിൽ 85 പേരുമാണ് കുടുങ്ങിക്കിടക്കുന്നത് തന്നെ. ഇതിൽ 85 പേർ മലയാളികളാണ്. ഇവർക്ക് രോഗബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദഗ്ധനെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. വൈറസ് ബാധയിൽ നിന്ന് വ്യക്തമായാൽ ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി ഇറാനിലേക്ക് വിമാനം അയക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് അഭ്യൂഹം പരത്തുന്നത് അബുദാബി ആരോഗ്യ വിഭാഗം താമസ കേന്ദ്രങ്ങളിൽ കൊറോണ റിപ്പോർട്ട് ചെയ്തുവെന്നത് വ്യാജ പ്രചാരണമാണെന്നും പൊതുജനത്തെ ഭീതിപ്പെടുത്തും വിധമുള്ള ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം യഥാസമയം പുറത്തുവിടുന്നുണ്ട്. ഇതുവരെ 21 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 5 പേർക്ക് രോഗം പൂർണ്ണമായി മാറി ആശുപത്രി വിടുകയും ചെയ്തു. ശേഷിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു വരികയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വിശദീകരിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഔദ്യോഗിക കേന്ദ്രങ്ങളെ മാത്രമേ ആശ്രയിക്കാവൂ എന്നും വ്യക്തമാക്കുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് രോഗം പടരുന്നത് തടയാനായി രാജ്യാന്തര നിലവാരമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് മുന്തിയ പരിഗണനയെന്നും സൂചിപ്പിച്ചു. രോഗികളെയും നിരീക്ഷണത്തിലുള്ളവരെയും പരിചരിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സംഘങ്ങളും ലഭ്യമാണ്. ഇവരുടെ ആരോഗ്യാവസ്ഥ യഥാസമയം വിവരം പുറത്തുവിടുന്നുണ്ടെന്നും പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.